സാമാന്യ ബുദ്ധിയുള്ള ഓരോ ഇന്ത്യൻ പൗരനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 33% വനിതാ ബില്ല് പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? വാസ്തവത്തിൽ 2023 അത് പാസ്സായതല്ലേ? അങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുകയാണ് ഓരോ വ്യക്തിയും. ഒരു കൂട്ടർ പറയുന്നു NDA സഖ്യം, മോദി സർക്കാരിൻ്റെ NDA സഖ്യത്തിലുള്ളവർ പറയുന്നത് ബില്ല് പാസ്സാക്കണമെന്നാണ്. അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ 17-ന് ബില്ല് പാസ്സാക്കിയെങ്കിൽ മാത്രമേ അത് പൂർണ്ണരൂപത്തിലെത്തൂ എന്നാണ് 33%. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ മറുകക്ഷികൾ ചോദിക്കുന്നത് ഇത് ആദ്യമേ പാസ്സായതല്ലേ, എന്തുകൊണ്ട് ഈ 543 സീറ്റിൽ എന്തുകൊണ്ട് ഈ 33% റിസർവേഷൻ കൊണ്ടുവന്നുകൂടാ? ഇതിനു വേണ്ടി സീറ്റ് വർദ്ധിപ്പിച്ച്, അതായത് 543 നിന്ന് 850ഓളം സീറ്റ് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത് പ്രാബല്യത്തിലാകുകയുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ഏർപ്പാടാണ്. ഈ വിളിച്ചവരൊക്കെ, ഈ വനിതാ സംവരണത്തിന് വിളിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കേണ്ടിയുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്ര ഭരണ മന്ത്രിസഭയിൽ 72 മന്ത്രിമാരിൽ 7 വനിതാ മന്ത്രിമാരേ ഉള്ളൂ. ഇവിടെ അവർ ഈ പറഞ്ഞ 33% ആ ഒരു മര്യാദ പാലിച്ചോ? ഇത് ചിന്തനീയമാണ്. ഈ പറയുന്നതൊന്നും പലപ്പോഴും പ്രവർത്തിക്കാത്തവരാണ് BJP സർക്കാർ എന്നാണ് പൊതുവെയുള്ള പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കാം എന്ന് പറഞ്ഞതുൾപ്പെടെ പലതും വിഴുങ്ങിയ സർക്കാരാണ് NDA സർക്കാർ എന്ന് വ്യക്തമാക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. എന്തായാലും നാം ഇന്ത്യക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സൗത്തിനെയും നോർത്തിനെയും, ദക്ഷിണ ഭാരതത്തെയും ഉത്തരേന്ത്യയും തമ്മിൽ ഒരു വിടവുണ്ടാക്കാനുള്ള ശ്രമം NDA സർക്കാർ കൊണ്ടുവരുന്നു എന്ന ഒരു പ്രതിപക്ഷ ആക്ഷേപമുണ്ട്. ഒപ്പം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഉള്ള BJPയുടെ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നും ഒരുപാട് പരിഭവങ്ങളും പരാതികളുമുണ്ട്. എന്തൊക്കെയായാലും ഇനിയും പലതും നമുക്ക് കാണാനും കേൾക്കാനുമുണ്ട്. വനിതകൾക്ക് 33% എന്നല്ല, തുല്യ പ്രാതിനിധ്യം കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പലതും കലങ്ങിത്തെളിയും. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഈ പെരുമാറ്റച്ചട്ടം നടന്നുകൊണ്ടിരിക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അത് ലംഘിച്ചു എന്നതാണ്. പലപ്പോഴും BJPയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ, പല ലംഘനങ്ങൾക്ക് മുന്നിലും ഇലക്ഷൻ കമ്മീഷൻ, മറ്റു കേന്ദ്ര ഏജൻസികളൊക്കെ കണ്ണടയ്ക്കുന്നത് വളരെ പരിതാപകരമാണ്. ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നല്ലൊരു ഭാരതം കെട്ടിപ്പടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പ്രതിപക്ഷ ഭരണപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ചുകൊണ്ട് നല്ലൊരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമം നടക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.